ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോ വിടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മളെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഗിയർ എങ്ങനെ സ്മൂത്തായിട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പ്രോപ്പറായിട്ട് എങ്ങനെ ഗിയർ ഷിഫ്റ്റ് ചെയ്യണമെന്ന്. ഇപ്പോൾ പല ബൈക്കിനും ഇപ്പോൾ പല ടൈപ്പ് ഗിയർ ഷിഫ്റ്റിംഗ് ആവും. അതായത് ചില ബൈക്കിനൊക്കെ ഫുള്ള് ഡൗൺ ആവും, ചിലത് ഒന്ന് ഡൗണും പിന്നെ ബാക്കിയൊക്കെ അപ്പാവും. ചില ബൈക്കിന് 6 ഗിയർ ഉണ്ടാവും, ചില ബൈക്കിന് 4 ഗിയർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഡെമോ ചെയ്യുന്നത് ഡ്യൂക്ക് 250യിലാണ്. ഇത് എല്ലാ ബൈക്കിനും അപ്പ് ആൻഡ് ഡൗൺ ഉള്ള എല്ലാ ബൈക്കിനും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് ചെറിയൊരു ഇത് മാത്രമാണ് ഞാൻ ഒരു സ്ഥലത്ത് കണ്ടതാണ്. അപ്പോൾ അത് ഒന്ന് ഷെയർ ചെയ്യണമെന്നുള്ളൂ. നമ്മൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു 5 പ്രാവശ്യം, 5 അല്ല, ഒരു 2 പ്രാവശ്യമെങ്കിലും നമ്മൾ ക്ലച്ച് ഒന്ന് പമ്പ് ചെയ്ത് വിടണം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഗിയർ എൻഗേജ് ചെയ്യുന്നതിന് മുന്നായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലച്ച് ഒന്നിങ്ങനെ പമ്പ് ചെയ്ത് വിടണം. അത് നല്ലൊരു കാര്യമാണ്. ബൈക്ക് ന്യൂട്രലിന് ഫസ്റ്റ് ഗിയറിൽ ഇടുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ക്ലച്ച് 2 പ്രാവശ്യം ഒന്ന് പമ്പ് ചെയ്ത് വിടുക. പിന്നെ ഗിയർ എങ്ങനെ സ്മൂത്തായിട്ട് ഷിഫ്റ്റ് ചെയ്യാന്നുള്ളത്, നമ്മൾ ന്യൂട്രലിന് ഫസ്റ്റിലേക്ക് ഇടുക. ഫസ്റ്റിലേക്ക് നോർമലി നമ്മൾ ഫസ്റ്റിലിടും. പിന്നെ സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫ്രീ ആയിട്ട് ഒരു ഒറ്റ അങ്ങോട്ട് തട്ടാൻ പാടില്ല. നമ്മൾ ഗിയർ ശരിക്കും ഗിയർ ചറപറയെന്ന് ഇടാൻ പാടില്ല. അത് വണ്ടിനെ ഹെൽത്തിനെ നന്നായിട്ട് ബാധിക്കും. നമ്മൾ RPM മീറ്ററൊക്കെ നോക്കി നിസ്സാരമായി മൃദുലമായി വേണം ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ. അപ്പോൾ എങ്ങനെ മൃദുലമായി ഗിയർ ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ള ഞാൻ പറയാമെന്ന് വെച്ചാൽ, നമ്മൾ ഗിയർ ലിവറിൻ്റെ ഇവിടെ കാലിങ്ങനെ പ്ലേസ് ചെയ്യണം. ഒരു ചെറിയ പ്രഷർ നമ്മൾ ഇതിന്മേൽ കൊടുക്കണം. പക്ഷേ ഗിയർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പാടില്ല. പക്ഷേ ചെറിയൊരു പ്രഷർ ഇതേപോലെ നമ്മളിവിടെ ഒരു പ്രഷർ കൊടുത്തുകൊണ്ട് വെക്കണം. എന്നിട്ട് നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ ക്ലച്ച് പിടിക്കലും ആ കൊടുക്കൽ ഒരേ ടൈമിംഗ് ആയിരിക്കണം. നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു ടൈമിങ് വെക്കാൻ പാടില്ല. നമ്മളിതപ്പോൾ നമ്മൾ ഫസ്റ്റിലേക്ക് ഇട്ട് ഒന്ന് ചിന്തിക്കുക. എന്നിട്ട് സെക്കൻഡിലേക്ക് മാറ്റി നമ്മൾ ഇതേപോലെ പ്ലേസ് ചെയ്തിട്ട് ഒരു പ്രഷർ ഇങ്ങനെ കൊടുത്തു വെക്കുക. എന്നിട്ട് ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ ക്ലച്ച് പിടിക്കുക, ആ ഒരൊറ്റ ഇടയിൽ ക്ലച്ച് വിടുക. അതിൻ്റെ ഇടയിൽ ടൈമിങ് വരരുത്. ഇത് ഫസ്റ്റൊക്കെ ഒരു ബുദ്ധിമുട്ടായി തോന്നും, പക്ഷേ അങ്ങനെ ചെയ്താൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് വേ ഗിയർ ഷിഫ്റ്റിങ്ങിന്. അല്ല നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ തട്ടിക്കളിച്ചിട്ട് ഗിയർ ചേഞ്ച് ചെയ്യുന്നത് ശരിയല്ല. ഇങ്ങനെയാണ് ഗിയർ നല്ല സ്മൂത്തായിട്ട്. ഫസ്റ്റ് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും, പിന്നെ അതങ്ങനെ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ ശീലമായി നല്ല റെഡിയായി കിട്ടും. അപ്പോൾ മാക്സിമം ഇങ്ങനെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുക. നമ്മൾ ജസ്റ്റ് ഒരു പ്രഷർ ഗിയർ ലിവറിൽ അപ്ലൈ ചെയ്തിടാം. പക്ഷേ ഓവർ പ്രഷർ ആവരുത്, ഗിയർ മാറുന്ന രീതിക്കാവരുത്. ജസ്റ്റ് ഒരു സ്ലൈറ്റ് പ്രഷർ അപ്ലൈ ചെയ്തിട്ടിട്ട് നമ്മൾ ക്ലച്ച് പിടിക്കുക, ഒരൊറ്റ ടക്ക് എന്ന് പറഞ്ഞിട്ട് ഗിയർ ഇടുക, അങ്ങനെ ക്ലച്ച് ഇടുക. അതിൻ്റെ ഇടയിൽ 1 മില്ലി സെക്കൻഡ് പോലും ഗ്യാപ്പ് വരാൻ പാടില്ല. ക്ലച്ച് പിടിക്കുക, ഗിയർ ഇടുക, ക്ലച്ച് വിടുക. അപ്പോൾ അങ്ങനെ ആയിരിക്കും നമ്മൾ ഗിയർ അപ്പ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഡൗൺ ഷിഫ്റ്റിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ റവ് മാച്ചിങ് ചെയ്തൊരു ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നത് ഒരു സ്മൂത്ത് ഡൗൺ ഷിഫ്റ്റിങ് കിട്ടാനാണ്. അപ്പോൾ ഇതെന്താണ് ഈ റവ് മാച്ചിങ് എന്ന് ഞാൻ പറയാനുള്ളത്. നമ്മൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, അപ്പ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ RPM കുറയുക ചെയ്യുക. അതായത് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഒരു 5000 RPM എന്ന് സെക്കൻഡിലേക്ക് ഇടുമ്പോൾ സാധാരണ എന്താ സംഭവിക്കുക, RPM കുറച്ചുകൊണ്ട് കുറയും. പക്ഷേ നേരെ മറിച്ച് നമ്മൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ RPM ഇൻക്രീസ് ചെയ്യാമെന്ന് ചെയ്യുക. അതായത് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ 3rd ഗിയറിൽ ഒരു 6000 RPM ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് സെക്കൻഡിലിട്ട് എന്താ സംഭവിക്കുക, RPM ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ആവും. സെക്കൻഡ് ഗിയറിൽ നിന്ന് ഇടുമ്പോൾ ഒരു 7000 to 8000 വരെ ഇൻക്രീസ് ആവും. അപ്പോൾ നമ്മൾ ആ RPM ഇൻക്രീസ് ആവുന്നത് മാച്ച് ചെയ്യാനാണ് നമ്മൾ റവ് മാച്ചിങ് ചെയ്യുന്നത്. റവ് മാച്ചിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ത്രോട്ടിലൊരു ബ്ലിപ്പ് ചെയ്യണം. അതാണ് റവ് മാച്ചിങ് എന്ന് പറഞ്ഞത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു 3rd ഗിയറിൽ അല്ലെങ്കിൽ 4th ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 4th ഗിയറിൽ പോയിക്കൊണ്ട് നമുക്ക് പെട്ടെന്ന് 3rd ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ക്ലച്ച് പിടിക്കുക, ജസ്റ്റ് ഒന്ന് ത്രോട്ടിൽ ബ്ലിപ്പ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് ത്രോട്ടിൽ ബ്ലിപ്പ് ചെയ്യുക. അതേ ടൈമിൽ നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുക. ഇതൊക്കെ ഒരേ ടൈമിൽ നടക്കേണ്ട പ്രോസസ്സാണ്. അത് നമ്മൾ ക്ലച്ച് പിടിക്കുക,
ജസ്റ്റ് ഒരു ത്രോട്ടിലൊരു ബ്ലിപ്പ് കൊടുക്കുക, ഗിയർ ഡൗൺ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും നമുക്ക് ഡൗൺ സ്വിഫ്റ്റ് ഒന്നും കൂടി സ്മൂത്ത് ആവും. നമ്മൾ സാധാരണ ഒക്കെ ചെയ്യലെന്ന് വെച്ചാൽ ക്ലച്ച് പിടിക്കുക, ഗിയർ ഡൗൺ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതിനേക്കാളും ഒന്നും കൂടി ബെറ്റർ ക്ലച്ച് പിടിച്ചിട്ട് ചെറിയൊരു ത്രോട്ടിലൊരു ബ്ലിപ്പ് കൊടുത്തിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒന്നും കൂടി സ്മൂത്തർ ഡൗൺ ഷിഫ്റ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള ബൈക്കിനൊക്കെ സ്ലിപ്പർ ക്ലച്ച് അവൈലബിൾ ആണ്. ഇപ്പോൾ ഡ്യൂക്ക് 250-ലായാലും സ്ലിപ്പർ ക്ലച്ച് അവൈലബിൾ ആണ്. ഈ സ്ലിപ്പർ ക്ലച്ചിൻ്റെ ഒരു യൂസ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒന്നും കൂടി സ്മൂത്ത് ആക്കാനാണ്. അതായത് ടോർക്ക് ബാലൻസ് ചെയ്യും ഇത്. അതായത് ബാക്ക് ടയറിൻ്റെ ലോക്കിങ് ഒഴിവാക്കാനാണ് നമ്മൾ സ്ലിപ്പർ ക്ലച്ച് യൂസ് ചെയ്യണത്. അത് നമ്മളിപ്പോൾ സ്ലിപ്പർ ക്ലച്ച് ഇല്ലാത്തൊരു ബൈക്കിൽ ഒരു 4th ഗിയറിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ സെക്കൻഡിലേക്കൊക്കെ ഇടുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ബാക്ക് ടയർ ലോക്കായിട്ട് അത് സ്കിഡായി പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ സ്ലിപ്പർ ക്ലച്ചുള്ള ഒരു ബൈക്കിലാണെങ്കിൽ ആ ബാക്ക് ടയർ ലോക്കായിട്ട് ആ സ്കിഡിങ് സംഭവിക്കില്ല. അതിനാണ് സ്ലിപ്പർ ക്ലച്ച്. അതായത് നമ്മൾ 6th ഗിയറിൽ ഒരു 6000-7000 RPM ഇങ്ങനെ പോയിക്കൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് 4th ഗിയറിലിട്ടാലും ടയർ ലോക്കാവില്ല. അതിൽ ടോർക്ക് ബാലൻസ് ചെയ്തിട്ട് ടയർ ലോക്കാവില്ല. അതൊരു സേഫ്റ്റി ഫീച്ചറാണ്. അതാണ് സ്ലിപ്പർ ക്ലച്ച് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഒരു ആ ഗിയറിനനുസരിച്ചുള്ളൊരു സ്പീഡിൽ മാത്രം പോകാൻ ശ്രമിക്കുക. അതായത് ഇപ്പോൾ 6 ഗിയറിലൊരു വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഒരു 60-65 ഒക്കെ മുകളിൽ മാത്രം ടോപ്പ് ഗിയർ ഇട്ട്, അതായത് 6th ഗിയറിൽ പോവുക. നമ്മൾ ഒരു 50-45 6th ഗിയറിൽ പോയിട്ടുണ്ടെങ്കിൽ ചെയിൻ സ്പ്രോക്കറ്റ് എന്ന കടകട എന്നുള്ള സൗണ്ട് വന്നിട്ട് ചെയിൻ സ്പ്രോക്കറ്റ് അടിച്ചടിച്ചിട്ടാവും പോവുക. അത് തീരെ നല്ലതല്ല ബൈക്കിന്. അപ്പോൾ മാക്സിമം നമ്മൾ 6th ഗിയറിലൊക്കെ ഇടുമ്പോൾ ടോപ്പ് ഗിയറിൽ പോകുമ്പോൾ മാക്സിമം ഒരു 60 എങ്കിലും കടന്നിട്ട് വേണം നമ്മൾ ടോപ്പ് ഗിയറിലുണ്ട്. അതായത് ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് 1st ഗിയറിലൊരു സ്പീഡ്, 2nd ഗിയറിൽ സ്പീഡ്, അതായത് ഇപ്പോൾ നമ്മൾ ഒരു 15 സ്പീഡിലൊക്കെ 4th ഗിയർ 3rd ഗിയറിലൊക്കെ പോകുമ്പോൾ ഒക്കെ വളരെ മോശമാണ് ചെയിൻ സ്പ്രോക്കറ്റിന്. ഭയങ്കരമായിട്ടൊരു അടി വരും. അപ്പോൾ ആ ഒരു സ്പീഡിലൊന്നും പോകാതിരിക്കാൻ ശ്രമിക്കുക. 6th ഗിയറിലൊക്കെ പോകുമ്പോൾ മാക്സിമം എന്തായാലും ഒരു 60ൻ്റെ മേലെ മാത്രം ടോപ്പ് ഗിയറിലിട്ട് പോവുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ എങ്ങനെ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ഈ വീഡിയോ, എങ്ങനെ സ്മൂത്തായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ, ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.